ഈ കേരള കോൺഗ്രസ് ഏത് മുന്നണിയിൽ നിന്നാലും അവിടെയെല്ലാം ഒരു ബാധ്യത ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDF വിട്ട് UDFിലേക്ക് വരാത്തത് ജോസഫ് വിഭാഗം വലിയൊരു ആശ്വാസമായിട്ടും സന്തോഷത്തോടെയുമാണ് കാണുന്നത്. കാരണം ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്പേസ് കുറയുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായി. ഇപ്പം ജോസ് കെ മാണി വിഭാഗം 2021 LDFിലേക്ക് വന്നപ്പോൾ CPI അങ്കലാപ്പിലായിരുന്നു. കാരണം CPIയുടെ ഘടകകക്ഷി എന്നുള്ള രണ്ടാമത്തെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നാണ് അവർക്കുണ്ടായിരുന്ന ആശങ്ക. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഒരു നഷ്ടവും സംഭവിച്ചില്ല. CPIയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് LDF മുന്നണി വിട്ടെങ്ങും പോകാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരുന്നു വരില്ല എന്നൊക്കെ ഇങ്ങനെ കേട്ടുകേൾവികൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ജോസഫും ഉണ്ട്, ജേക്കബുമുണ്ട്. പിന്നെ പാലയിൽ നിന്ന് നമുക്കറിയാം, പിന്നെ KM മാണിക്ക് ശേഷം മറ്റൊരു മാണി തന്നെയാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്, മാണി C കാപ്പൻ. അതും കേരള കോൺഗ്രസിന്റെ വേറൊരു മുഖം തന്നെയാണ്. ഇവിടെ ഇപ്പുറത്തുമുണ്ടല്ലോ, LDFിലുമുണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് B ഗ്രൂപ്പ്, ഗണേശൻ. അപ്പൊ ഇങ്ങനെ പോവുകയാണ്. എന്തായാലും അവിടെ പിറവത്ത് മാത്രമാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഉള്ളത്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫിന് കൂടുതൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. 10 സീറ്റുകളാണ് അവർക്ക് നിലവിലുള്ളത്. ഈ 10 സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. കാരണം അവർക്ക് കൊടുത്തിട്ട് ഒരു പ്രയോജനവുമില്ല. അവരിപ്പോൾ ജയിച്ചു കയറുന്നത് തൊടുപുഴയിൽ നിന്നും കടുത്തുരുത്തിയിൽ നിന്നും മാത്രമാണ്. തൊടുപുഴയിൽ നിന്ന് PJ ജോസഫ്, പാർട്ടിയുടെ എല്ലാമായിട്ടുള്ള ആള്. കടുത്തുരുത്തിയിൽ നിന്ന് മോൻസ് ജോസഫുമാണ്. ഈ കടുത്തുരുത്തി നമുക്കറിയാം, ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പാല അല്ലെങ്കിൽ കടുത്തുരുത്തിയാണ് ഉന്നം വെച്ചിരുന്നത്. പാലയിൽ നിന്ന് മാണി C കാപ്പൻ മാറത്തില്ല, കടുത്തുരുത്തിയിൽ നിന്ന് മോൻസും മാറില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ലീഗ് ഉടനെ പറഞ്ഞത് തിരുവമ്പാടിയിൽ തരാം. ലീഗിനായിരുന്നു ജോസ് കെ മാണിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യം. കാരണം ഭരണം എങ്ങനെയും പിടിച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ 2026 ഇനിയും പ്രതിപക്ഷത്തിരിക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് ലീഗ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഈ ഘടകകക്ഷികളുടെ കാര്യത്തിലും ലീഗ് ഇടപെടുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് ഈ ഘടകകക്ഷികളുടെ സീറ്റുകൾ പരസ്പര സമ്മതമില്ലാതെ മാറ്റുകയോ ഏറ്റെടുക്കുകയോ ചെയ്യരുത്. എന്നുവെച്ചാൽ ഘടകകക്ഷികൾക്ക് വേണ്ട തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കണം. അവരോട് യാതൊരു തരത്തിലുള്ള അവഗണനയും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒറ്റയാൾ പട്ടാളങ്ങളും ഒക്കെയുണ്ട് UDFില്. ഇപ്പൊ കേരള കോൺഗ്രസ് ജേക്കബ് ആയാലും പിന്നെ അതുപോലെ തന്നെ മാണി C കാപ്പന്റെ പാർട്ടി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇപ്പൊ RSPക്ക് എത്ര സീറ്റ് കൊടുക്കണം, RSP കൊല്ലം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് ചവറയിൽ തന്നെ നിൽക്കാൻ താല്പര്യമില്ല. അവർക്കും ജയസാധ്യതയില്ലാത്ത ഇടത്തേക്കൊക്കെ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. മട്ടന്നൂരും മഞ്ചേരിയും ഒക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഇതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടത് കൊല്ലവും ഇരവിപുരവും ചവറയും ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ് പുനലൂരും ഒക്കെയാണ് അവർക്ക് നോട്ടം. അല്ലാതെ ഒരിക്കലും ജയസാധ്യതയില്ലാത്തിടത്തേക്ക് പോയി ആ പാർട്ടിക്ക് തന്നെ ദോഷമുണ്ടാക്കാൻ അവരെ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഈ ജോസഫ് വിഭാഗത്തിന്റെ 10 സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതില് ഈ പ്രധാനമായിട്ട് അവിടെ ഉയരുന്നത് ഈ കോൺഗ്രസില് പിന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകളിൽ കുറവ് വരുത്തണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് ഇടുക്കി സീറ്റ് എങ്ങനെയായാലും എടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇടുക്കി സീറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ, ഇടുക്കി റോഷി അഗസ്റ്റിനാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളതും മന്ത്രിയായിട്ടുള്ളതും. ഇപ്പോൾ ജോസ് കെ മാണി തോറ്റുപോയല്ലോ 21 പാലയിൽ. ജോസ് കെ മാണി മന്ത്രിയുമല്ല. അപ്പൊ ജോസ് കെ മാണിക്ക് മുകളിലായി പോയി റോഷി അഗസ്റ്റിൻ.
LDF വിട്ട് UDF വരുന്നതിന് തടസ്സമായിട്ട് നിന്നത് ജോസ് കെ മാണിയെ പിന്തിരിപ്പിച്ചതും അതിന് തടയിട്ടതും റോഷി അഗസ്റ്റിനാണെന്നൊരു വർത്തമാനമുണ്ട്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ്സുകാരും UDFിലുള്ളവരും കാത്തിരുന്നതാണ് ജോസ് കെ മാണി വിഭാഗത്ത്. അപ്പോൾ അതിന് തടയിട്ട റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തണം, ഇടുക്കിയിൽ വീഴ്ത്തണം എന്നാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ശക്തിയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടുക്കി സീറ്റ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റുമാനൂര് ഈ ജോസഫ് വിഭാഗം എന്ത് ചെയ്യുന്നറിയാമോ? കുറെ സീറ്റുകൾ അവർക്ക് പെയ്ഡ് സീറ്റാണ്. പണം വാങ്ങിച്ചുകൊണ്ട് ചില പണച്ചാക്കുകളെ ഇറക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അത് അനുവദിക്കാൻ പറ്റില്ല. കോൺഗ്രസ് തന്നെ അത്തരത്തിലുള്ള ഇടങ്ങളിലേക്ക് മത്സരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ചില സീറ്റുകൾ ഇപ്പം ഏറ്റുമാനൂരിൽ VN വാസവനെ വീഴ്ത്താൻ പറ്റിയ അവസരമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത്. അതിന് ജോസഫ് നിന്നാൽ ശരിയാകത്തില്ല. കാരണം ശബരിമല വിഷയം പ്രധാനമായിട്ട് നിൽക്കുകയാണ്. VN വാസവൻ ദേവസ്വം ബോർഡ് മന്ത്രി കൂടിയാണ്. അപ്പൊ കിട്ടിയ ഒരവസരമാണ്. പിന്നെ VN വാസവനെ സംബന്ധിച്ചിടത്തോളം 2021 വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസിന് അനുകൂലമായിട്ട് 2-3 ഘടകങ്ങളാണ് നിൽക്കുന്നത്. ഇത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അവിടെ CPMനെ പരാജയപ്പെടുത്താം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കോതമംഗലം ഈ മാണി ഗ്രൂപ്പിനെ ഇത്തവണ സംപൂജ്യരാക്കി കൊടുക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. കാരണം ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. സഭ പോലും ജോസ് കെ മാണിയോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇത്തരത്തില് LDF വിട്ട് UDFിലേക്ക് വരണമെന്നുള്ളത്. പലതരത്തിലുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടായി. പക്ഷെ റോഷി അഗസ്റ്റിന് അതിന് പാര വെച്ച് തകർക്കുകയായിരുന്നു ചെയ്തത്. റോഷി അഗസ്റ്റിൻ പിണറായി വിജയന്റെ ഗുഡ് ബുക്കിലാണ്. ഇനിയും ജോസ് കെ മാണി വന്നു കഴിഞ്ഞാലും അവിടെ സംഭവിക്കാൻ പോകുന്ന കേരള കോൺഗ്രസ് പിളരുമെന്നുള്ളതാണ്. അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ കേരള കോൺഗ്രസ് പിളരുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്തയൊന്നുമല്ല. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അത് പിളർന്നുകൊണ്ടേയിരിക്കണം. പിളരാതിരിക്കുന്നു, കേരള കോൺഗ്രസ് പിളരുന്നില്ല എങ്കിൽ അത് വാർത്തയാണ്. അതാണല്ലോ KM മാണി തന്നെ പറഞ്ഞിട്ടുള്ളത്. പിളരും തോറും വളരുന്ന പാർട്ടിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് PJ ജോസഫ് എന്തായാലും തൊടുപുഴയിൽ മത്സരിക്കത്തില്ല, മകനായിരിക്കും. PJ ജോസഫ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയും ചെയ്യും. പക്ഷെ ജോസഫ് ഗ്രൂപ്പ് പൊതുവെ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ 10 സീറ്റിൽ നിന്നും അവരുടെ 4 സീറ്റ് കുറച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മേൽവിലാസം നഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യവുമാണ് ഉണ്ടാകുന്നത്. എന്തായാലും റോഷിയെ വകയിരുത്താനായിട്ട് കോൺഗ്രസ്സുകാർക്ക് അച്ചകെട്ടിയിരിക്കുകയാണ്. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നുള്ളതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.